ആ ഓക്കെ, മനസ്സിലായി. എനിക്കും കോൾസ് വരുന്നുണ്ട്. അതെല്ലാം അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്തോളാം. യു ജസ്റ്റ് ഡു വൺ തിങ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ മാറ്റങ്ങൾ ഉടൻ വരുത്തിയിട്ട് എനിക്കൊരു ഇമെയിൽ സെൻഡ് ചെയ്തേക്കാം. ബാക്കി ഞാൻ അത് കഴിഞ്ഞ് പറയാം. യാ ഓക്കെ, അതെ അതെ, ഞാൻ വെയിറ്റിംഗാ. ശരി. ചായ. ആ കല്യാണം നിന്നേ. എന്താ വലിയ ചായ ശരിയായില്ലേ? ചായയൊക്കെ പെർഫെക്റ്റ് തന്നെ. നിനക്ക് നല്ല ചായ ഇടാനേ അറിയൂ. മനഃപൂർവ്വം വിചാരിച്ചാൽ പോലും നിനക്കൊരു ചീത്ത ചായ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വേറൊരു കാര്യം. എന്താ വലിയ? പറയാം. അതിനു മുമ്പ് ഒരു കണ്ടീഷൻ. ഞാൻ ചോദിക്കുന്നതിന് നീ സത്യമേ പറയാവൂ, സത്യം മാത്രം. എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാ എന്റെ ചോദ്യത്തിന് നീ മനസ്സിലൊന്നും മറച്ചു വെക്കാതെ മറുപടി പറയണമെന്ന്. അതങ്ങനെ ചെയ്യൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് മറച്ചു വെക്കാനാ? ചോദിച്ചോ, ഉത്തരം പറയാൻ ഞാൻ റെഡിയാ. ചോദ്യം സിമ്പിളാ. ബ്രാൻഡ് അംബാസിഡർ പദവിയിൽ നിന്ന് നിന്നെ മാറ്റി പ്രിയങ്കയെ വെച്ചല്ലേ? അതിൽ നിനക്ക് ഒരു വിഷമവും തോന്നിയില്ലേ? സത്യം പറയണം. അത് കൊള്ളാം. എന്നാലേ എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയട്ടെ. മനസ്സിൽ തോന്നിയ സത്യം പറ. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് ഹെർബൽ പ്രോഡക്ട്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ ഞാൻ ഒരു യോഗ്യതയില്ലാത്തവളാ. വലിയ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത എന്നെ വല്യുഞ്ഞും അനിയും കുഞ്ഞും ചേർന്ന ആ മത്സരത്തിൽ ജയിപ്പിച്ച് ബ്രാൻഡ് അംബാസിഡർ ആക്കിയത്. സത്യം പറഞ്ഞ ആ സ്ഥാനത്ത് ഞാൻ ഇരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും പ്രസംഗിക്കാനും ഒക്കെ വല്യുഞ്ഞല്ല എന്നെ പഠിപ്പിച്ചത്. അപ്പോഴൊക്കെ സമയമില്ലാത്ത ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്നുള്ള സങ്കടം മാത്രമായിരുന്നു എന്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇപ്പൊ അത് ശരിക്കും മാറിക്കിട്ടിന്ന് വേണം പറയാൻ. ദൈവാനുഗ്രഹം കൊണ്ടാ എന്റെ സങ്കടം മനസ്സിലാക്കിയിട്ട് അഖില മേഡം ബ്രാൻഡ് അംബാസിഡർ സ്ഥാനം പ്രിയങ്ക മേഡത്തിന് കൊടുത്തത്. കാരണം പ്രിയങ്ക മേഡത്തിന് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, പുതിയ ഫാഷൻ ഡ്രസ്സുകൾ ഇടാനും അറിയാം, നല്ല വിദ്യാഭ്യാസം ഉണ്ട്. എന്തിന് കാഴ്ചക്ക് നടപ്പിലും പോലും പ്രിയങ്ക മേഡത്തിന് ആ സ്ഥാനം യോജിച്ചതെന്ന് അഖില മേഡത്തിന് നന്നായിട്ട് അറിയാം. എനിക്ക് ഈ പാചകം മതി. അതാവുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് വെച്ച് വിളമ്പി തരാൻ പറ്റും. അപ്പൊ കിട്ടുന്ന സന്തോഷം അതുപോലൊരു സന്തോഷം വേറെ ഒരിടത്തും കിട്ടില്ല. സത്യം പറഞ്ഞ ഇപ്പഴാ വല്യുഞ്ഞ എനിക്ക് സന്തോഷായത്. എനിക്ക് ഒരു സങ്കടവും ഇല്ല. സങ്കടത്തിന്റെ ഒരു തരി പോലും ഇല്ല ഇപ്പൊ എന്റെ ഉള്ളില്. വിശ്വസിക്ക്, ഞാൻ ഹാപ്പിയാ. Impossible. You are a rare specimen, കല്യാണി. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ആശ്ചര്യമാ തോന്നുന്നേ. ഈ ലോകത്ത് എല്ലാവരും പണവും പ്രശസ്തിയും ആഗ്രഹിക്കുന്നവരാ. പക്ഷേ നീ നേരെ ഓപ്പോസിറ്റ്. ദാസേട്ടന്റെ മോള് നാട്ടിൽ നിന്ന് വരുന്നു എന്ന് കേട്ടപ്പോ വെറുവരും നാട്ടിൻപുറത്തുകാരിയെന്ന് ഞാൻ കരുതിയുള്ളൂ. രുചി കൊണ്ട് മാത്രമല്ല, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നീ ഇങ്ങനെ മനസ്സിൽ സ്ഥാനം പിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കല്യാണി, എന്നും എപ്പോഴും എന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വലിയൊരു സ്ഥാനം. ദേ, ഈ നെഞ്ചിനകത്ത്. ഇതെന്റെ വാക്കാ. കല്യാണി, എന്നും എപ്പോഴും എന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വലിയൊരു സ്ഥാനം. ദേ, ഈ നെഞ്ചിനകത്ത്. ഇതെന്റെ വാക്കാ. ഹലോ. പറഞ്ഞോളൂ. ഇല്ലില്ല, ഞാനിപ്പോ തന്നെ അയക്കാം. വല്യുഞ്ഞിന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടെന്ന്, വലിയൊരു സ്ഥാനം.
കല്യാണി, എന്നും എപ്പോഴും എൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വലിയൊരു സ്ഥാനം. ദാ ഈ നെഞ്ചിനകത്ത്. ഇതെന്റെ വാക്ക്. വേണം പറഞ്ഞപ്പോ ഒന്നും ഓർമ്മയിൽ വന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തോന്നാ? ചേച്ചിയുടെ മനസ്സിൽ വലിയ കുഞ്ഞ് സ്ഥിരമായിട്ടുണ്ട്. എപ്പോ വേണേൽ വിചാരിച്ചാലും കാണാൻ പറ്റും. നേരത്തെ വന്നൂല്ലേ? അതെ അച്ഛാ, ഞാൻ ചായ എടുക്കാം. അച്ഛൻ മേല് കഴിയുന്നില്ലേ? പൈപ്പില് വെള്ളം കുറവാ, ഞാൻ മോട്ടർ ഓണാക്കിയിട്ട് വരാം. നിക്ക്. നിന്നെ ബ്രാൻഡ് അംബാസഡർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതില് നിനക്ക് വിഷമമുണ്ടോ? ഏയ് ഇല്ല അച്ഛാ, അത് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാവുന്ന പരിഷ്കാരി പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാ. പ്രിയങ്ക മാഡത്തിന് ചേരും. എന്തൊരു ഇംഗ്ലീഷ് അച്ഛാ പ്രിയങ്ക മാഡം. കേട്ടാലേ നമ്മളിങ്ങനെ വായ് പൊളിച്ചിരിക്കും. ആ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇംഗ്ലീഷ് പറയല് മാത്രമല്ലല്ലോ ബിസിനസ്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. വലിയ കുഞ്ഞാകെ അസ്വസ്ഥനായിപ്പോ. കാറിലിരുന്നപ്പോ കുഞ്ഞിനെ നിർത്താതെ ഫോൺ വന്നു. എത്രയോ കോടിയുടെ നഷ്ടം എന്നൊക്കെ പറയുന്നത് കേട്ടു. ആ, എല്ലാത്തിനും ഓരോ തലവിധിയല്ലേ. നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലർക്കങ്ങ് മതം പൊട്ടും. പിന്നെ എന്ത് പരിഷ്കാരം നടത്തിയാലും വീഴ്ചയെ വരും. ആ, ദൈവത്തിനോട് സൽബുദ്ധി കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റൂ. ദൈവമേ, വല്യുവിന്റെ മനസ്സിന് വേദനിക്കുന്ന ഒന്നും ഉണ്ടാകല്ലേ. എല്ലാം മംഗളമാക്കി തരണേ. ബിസിനസ് വാർത്തകൾ. രൂപയുടെ വിനിമയ മൂല്യം 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. വ്യാഴാഴ്ച ഡോളറിന്റെ വിലയിൽ 77 പൈസ കുറഞ്ഞ് 69.85 എന്ന നിലയിലെത്തി. ആഗോള എണ്ണവില താഴ്ന്നതും വിദേശ മൂലധന നിക്ഷേപത്തിലുണ്ടായ വർധനവുമാണ് രൂപയ്ക്ക് ഉണർവുണ്ടാക്കിയത്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോടികളുടെ നഷ്ടത്തിൽ. കഴിഞ്ഞ 25 വർഷങ്ങളായി ലാഭം മാത്രം കൊയ്തുകൊണ്ടിരുന്ന ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ കോടികളുടെ നഷ്ടം. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഹെർബൽ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന കല്യാണിയെ മാറ്റി തൽസ്ഥാനത്ത് പ്രിയങ്ക വർമ്മയെ നിയമിച്ച ശേഷം മണിക്കൂറുകൾക്കുള്ളിലാണ് കമ്പനിക്ക് കോടികളുടെ നഷ്ടം നേരിടേണ്ടി വന്നത്. ബ്രാൻഡ് അംബാസിഡറെ മാറ്റിയതിനെ തുടർന്ന് ഇൻവെസ്റ്റേഴ്സ് എല്ലാം തങ്ങളുടെ ഷെയറുകൾ
എന്തുപറ്റി? ഇനി എന്ത് പറ്റാൻ? അമ്മ ടി വി വാർത്ത കണ്ടില്ലേ? എന്നെ ബ്രാൻഡ് അംബാസിഡർ ആക്കി ഇതുവരെ ലാഭം മാത്രം കണ്ടിട്ടുള്ള ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇപ്പൊ വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന്. ഓ, അത്രയുള്ള കാര്യം. ഞാനിങ്ങ് ഭയന്നുപോയി. മോളെ, നമ്മളും ബിസിനസ് നടത്തുന്നവരല്ലേ. ബിസിനസ് ആവുമ്പോ ലാഭവും നഷ്ടവും ഉണ്ടാവും. അത് പതിവാ. അതല്ലമ്മേ, ഞാൻ ഇവിടെ മരുമകളായി ചെന്ന് കേറാനുള്ള പെണ്ണല്ലേ. ഞാൻ ബ്രാൻഡ് അംബാസിഡറായി മണിക്കൂറുകൾക്കകം ഇങ്ങനൊരു നഷ്ടം ഉണ്ടായാ അതെന്റെ രാശിക്കുറവാണെന്നല്ലേ വിചാരിക്കൂ? അത് ഓർക്കുമ്പോഴാ. അഖില മേഡം പറഞ്ഞോ നിന്റെ രാശിക്കുറവ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന്? ഇല്ലല്ലോ. പിന്നെന്താ? പറഞ്ഞില്ല. പിന്നെ പറയിക്കരുത്. അതിനെന്താ വേണ്ടെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ഉടൻ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തൃച്ചംബരത്തിന് പ്രിയപ്പെട്ട എന്തെങ്കിലും. എന്താ അതെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? പ്ലീസ് ഡോണ്ട് വറി. ഇപ്പോഴത്തെ പ്രശ്നം നമുക്ക് സോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വാട്ട് ഐ നീഡ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. സോറി ആനന്ദ്, ഒരു ഡിസ്കഷൻ പോലും നടത്താതെ തീരുമാനങ്ങൾ എടുക്കുന്ന നിങ്ങളോടൊപ്പം ബിസിനസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഐ ആം സോ സോറി. ഹലോ മിസ്റ്റർ ലാൽ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഹലോ ഹലോ. ഛെ. ഹലോ സർ, ഒരു 2 days വെയിറ്റ് ചെയ്യ്. ഞാൻ എല്ലാം ശരിയാക്കാം. ട്രസ്റ്റ് മീ പ്ലീസ്. സോറി ആനന്ദ്, എന്തുറപ്പില്ല ആനന്ദ് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്? ഇതുപോലെയാണെങ്കിൽ 2 ദിവസം കൂടി കഴിയുമ്പോൾ എല്ലാം പോകും. പിന്നെ ഞാനും എൻ്റെ കുടുംബം റോഡിലിറങ്ങി തെണ്ടേണ്ടി വരും. സോറി. പ്ലീസ് സർ, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അവർ ലോങ് ടൈം റിലേഷൻഷിപ്പ്. ഹലോ ഹലോ. ഹലോ ആനന്ദ്, ഇപ്പൊ പ്രിയങ്ക വർമ്മയെ ബ്രാൻഡ് അംബാസിഡർ ആക്കേണ്ട ആവശ്യം എന്തായിരുന്നു? സി, പ്രിയങ്ക നിങ്ങളുടെ ഉഡ്ബി ആയിരിക്കും. നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റും അടുപ്പവും കാണിക്കണമെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ കാണിക്കണമായിരുന്നു. അല്ലാതെ ഞങ്ങളെ പോലുള്ളവർ നിങ്ങളിൽ വെച്ചിരിക്കുന്ന വിശ്വാസം വെച്ചല്ല കളിക്കാൻ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. വെള്ളം. ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചോ? ചോദിച്ചോന്ന്. നോൺസെൻസ്. $50 കോടിയല്ല, 5000 കോടി നഷ്ടം വന്നാലും ഞാൻ താങ്ങും. എനിക്കറിയാം എല്ലാം തിരികെ ഉണ്ടാക്കാൻ. അതിനുള്ള പ്രായവും പ്രാപ്തി എനിക്കുണ്ട്. പക്ഷെ ഈ വക വർത്തമാനൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. What the hell is happening? കോടിക്കണക്കിന് ടേൺ ഓവർ, 16 കമ്പനി, 3000 സ്റ്റാഫുകൾ. ഇത്രയുള്ള ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD, MBA ഫസ്റ്റ് റാങ്ക്. അങ്ങനെയുള്ള എനിക്ക് ബുദ്ധി പറഞ്ഞു തരാൻ വരുന്നു കുറെ ബ്ലഡി ഫൂൾസ്. ആനന്ദ്, എന്തൊക്കെയായി കാണിക്കുന്നത്? എനിക്ക് ബിസിനസ് അറിയില്ലെന്ന്, ഐ എം നോട്ട് എലിജിബിൾ ഫോർ ദിസ് ജോബ് എന്ന്. ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ട്വിറ്റർ എല്ലാത്തിലും ഞാൻ വെറും ഫൂൾ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമ ആനന്ദ് കൃഷ്ണൻ മണ്ടൻ. തൃപ്തിയായി എനിക്ക്. ഐ എം ഹാപ്പി. ആനന്ദ്, റിലാക്സ്. നിനക്ക് ബിസിനസ് അറിഞ്ഞൂടെങ്കിൽ
വേറെ ആർക്കാ അറിയാവുന്നത്? ഈ പ്രായത്തിനിടയിൽ ഇത്രയും അവാർഡ് വാങ്ങിയെടുത്ത വേറെ ഏത് ബിസിനസ് മാൻ ഉണ്ട് ഇന്ത്യയിൽ? ഞാൻ പറയുന്നു, യു ആർ ദ ബെസ്റ്റ് മോനെ. കൂൾ ഡൗൺ ആനന്ദ്, കൂൾ ഡൗൺ. ശ്രമിക്കാഞ്ഞിട്ടല്ല, എനിക്ക് പറ്റുന്നില്ല അച്ഛാ. ഐ ആം ടയർഡ്, ഐ ആം ടയർഡ്, ഐ ആം ടയർഡ്. ബ്രോ, കൂൾ മാൻ, ഇതൊന്നും ഒന്നല്ലെന്നേ. വാ, റൂമിൽ പോയി നമുക്ക് അല്പം റെസ്റ്റ് എടുക്കാം. കം ഓൺ ബ്രോ, പ്ലീസ്. എനിക്ക് ആനന്ദ്, ഒരു മിനിറ്റ്. ആന്റി, ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആയതല്ലേ ഇവിടെ ഇപ്പൊ വിഷയമായത്? അതെ. അതിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്തിനാ? അത് തന്നെ വിഷയം. കല്യാണി ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നപ്പോൾ ഷെയർ നല്ല ഇൻക്രീസ് ചെയ്തു. കല്യാണി മാറിയപ്പോൾ അത് കുറയും ചെയ്തു. നമ്മുടെ ബിസിനസ് ഇപ്പോൾ ഡൗൺഫോളിലാണ്. പാർട്ട്നേഴ്സ് പലരും പിരിഞ്ഞു തുടങ്ങി. ശരി, അപ്പൊ കല്യാണി വീണ്ടും ബ്രാൻഡ് അംബാസിഡർ ആയ അവരെല്ലാം പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യൂ? പ്രിയങ്ക, ഒരു മിനിറ്റ് ആന്റി പ്ലീസ്. 100% അവർ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ കല്യാണി വീണ്ടും ബ്രാൻഡ് അംബാസിഡർ ആയ അവരെല്ലാം പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യൂ? പ്രിയങ്ക, ഒരു മിനിറ്റ് ആന്റി പ്ലീസ്. 100% അവർ കണ്ടിന്യൂ ചെയ്യും. മാത്രമല്ല, ഇപ്പോഴത്തെ സകല പ്രശ്നങ്ങളും മാറുകയും ചെയ്യും. അത് ക്ലിയർ അല്ലേ? കല്യാണി, നീ ആന്റിയുടെ മുറി പോയി ഈ പരമ്പരാഗത ആഭരണങ്ങൾ അണിഞ്ഞു വരണം. ഇതിടേണ്ട ബ്രാൻഡ് അംബാസിഡർ നീയാ, ഞാനല്ല. വേണ്ട മാഡം, കല്യാണി ഇനി ഒന്നിനുമില്ല. ദയവ് ചെയ്ത് എന്നെ ഒഴിവാക്കണം. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം, പ്ലീസ്. ആഹാ, ഈ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വാക്കുമാറുന്നു നീ? പറ്റില്ലെന്ന് പറയരുത്. പോയി റെഡിയായി വാ, ചെല്ല. ഈ വീട്ടിലെ മൂത്ത മരുമകളായി പറയുന്നത്. ചെല്ല. അഖിലേ, പ്രിയങ്ക ഇപ്പോഴും ചെയ്യുന്നത് തികച്ചും ഔചിത്യമുള്ള കാര്യമാണ്. പക്വതയുള്ള പെരുമാറ്റം. പക്ഷേ കല്യാണി ഇപ്പോഴും അറച്ചു നിൽക്കുന്നത് നിന്റെ അനുവാദത്തിനാണ്. നീ പറഞ്ഞാലേ അവൾ പോകൂ. അമ്മ പ്ലീസ് ഒന്ന് ചെല്ല്. കൂടുതൽ ആഭരണങ്ങൾ ഷെൽഫിലുണ്ട്. എടുത്തണിഞ്ഞ് സാരിയും ഉടുത്തു വരണം. സഹായിക്കാൻ സുജാതയും കമലയും വിളിച്ചാൽ മതി. സമയം കളയണ്ട, ഫോട്ടോ എടുത്ത് മെയിൽ ചെയ്യാനാ. ചെല്ല്.